ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ TNPSC. അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നും അല്ല എന്നല്ല പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് രക്തരൂക്ഷിതവുമായി ഞായറാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? റഷ്യൻ വിപ്ലവമാണ് അല്ലേ? ഓപ്ഷൻ എ റഷ്യൻ വിപ്ലവമാണ് രക്തരൂക്ഷിത ഞായറാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത് പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, തീസ്ത. ഇവയിലെ ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചാണല്ലേ? ഏതാണ്? ഓപ്ഷൻ സി ഒന്നാണ്. പെൻഗംഗ എന്ന് പറയുന്നതാണ് ഗോദാവരിയുടെ പോഷക നദി എന്ന് പറയുന്നത്. പെൻഗംഗ എന്ന് പറയുന്ന ഗോദാവരിയുടെ പോഷക നദിയാണ്. അടുത്തത് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നവയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ധാതു ഇന്ധനങ്ങളാണ്. ഓപ്ഷൻ ബി ധാതു ഇന്ധനത്തിൽ പെടുന്നവയാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്ന് പറയുന്നത്. ഓക്കെ, 1947 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യകേരള പ്രമേയം പാസ്സാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ്? ഓപ്ഷൻ ബി തൃശ്ശൂരിൽ വെച്ചിട്ടാണ്. 1947 കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യകേരള പ്രമേയം പാസ്സാക്കിയ കൺവെൻഷൻ നടന്നത് തൃശ്ശൂരിൽ വെച്ചിട്ടാണ്. മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ കോണ്ടൂർ രേഖകളെയാണ് സൂചിപ്പിക്കുന്നത്. കോണ്ടൂർ രേഖകൾ. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ. ഇവയിൽ NW1 ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് NW1 എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി, അതായത് ഒന്നാമത്തെ അല്ലെ, അലഹബാദ് ഹാൽഡിയ എന്ന് പറയുന്നതാണ് NW1 എന്ന് പറയുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ സി മൂന്നാമത്തെ അല്ലെ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അടുത്തത് 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ UN രക്ഷാ സമിതിയാണ്. UN രക്ഷാ സമിതി എന്ന് പറയുന്നതാണ്. ഓക്കെ, അടുത്തത് നെല്ല്, കരിമ്പ്, ചോളം, ഗോതമ്പ്. മേൽപ്പറഞ്ഞ കാർഷിക വിളകളിൽ ഉൽപാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തുള്ള വിള അല്ലെങ്കിൽ വിളകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉമാണ്. അതായത് നെല്ലും ഉണ്ട്, അതോടൊപ്പം കരിമ്പും ഉണ്ട്. മേൽപ്പറഞ്ഞ കാർഷികകളിൽ ഉൽപാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തുള്ള വിള അല്ലെങ്കിൽ വിളകൾ എന്ന് പറയുന്നത് നെല്ലും കരിമ്പുമാണ്. ഓക്കെ, അടുത്തത് സിയാല്, ഹിൻഡാൽകോ, കൊച്ചി മെട്രോ, ഫിലിപ്സ് കാർബൺ ബ്ലോക്ക് ലിമിറ്റഡ്. ഊർജ്ജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്. ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി, അതായത് ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ളത്. നോക്കാം. ഓക്കെ, പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി മൂന്നാമത്തെയാണ്. അതായത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ കലാപമാണ് പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം എന്ന് പറയുന്നത്. അടുത്തത് താഴെ തന്നിട്ടുള്ള റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? റാബി വിളയിൽ ഉൾപ്പെടാത്തതെന്ന് പറയുമ്പോൾ കരിമ്പാണ്. കരിമ്പ് എന്ന് പറയുന്നത് റാബി വിളയല്ല. ഓക്കെ, ഗോതമ്പ്, പുകയില, കടുക് എന്ന് പറയുന്നത് റാബി വിളകളാണ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ നൽകിയിരിക്കുന്നു. മുകളിൽ തന്നിട്ടുള്ള തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി, അതായത് രണ്ടാമത്തെയാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒഡീഷയിലാണ് സുന്ദർഗഡ്, തമിഴ്നാട്ടിലെ സേലം, ജാർഖണ്ഡ് സിംബം. ഇത് മൂന്നും ശരിയാണ് അല്ലേ? ഒഡീഷയിലെ സുന്ദർഗഡ്, പിന്നെ ഏതാണ്? തമിഴ്നാട്ടിലെ സേലം, ജാർഖണ്ഡിലെ സിംബം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ശരിയാണ്. അടുത്തത് ചുവടെ കൊടുത്തിട്ടുള്ളതിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. പെട്രോളിയം എന്ന് പറയുന്നത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ല, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, പിന്നെ വേലിയേറ്റം, വേലിയിറക്കം, ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതൊക്കെ പാരമ്പര്യേതര സ്രോതസ്സാണ്. അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല. പക്ഷെ അതേസമയം പെട്രോളിയം എന്താണ്? അനേകം വർഷങ്ങൾ എടുത്തിട്ട് പ്രൊഡ്യൂസ് ആവുന്നല്ല. അപ്പം അതെന്ന് പറയുന്ന ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. ഓക്കെ, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നാണ് ലോക വ്യാപാര സംഘടന. അത് ശരിയാണ് അല്ലേ? ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. രണ്ടും ശരിയാണ്. 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തത് താഴെ തന്നിട്ടുള്ളതിൽ ഹരിതവിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹരിതവിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. അത് മൂന്നും എന്താണ്? ഹരിതവിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ പെടുന്നവയാണ് അല്ലെ? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത്. ഓക്കെ,
2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഓപ്ഷൻ സി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ, സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടാനാണ്. 356 വകുപ്പിൽ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടാനെന്നാണ്. ഓക്കെ. ഡോക്ടർ PM മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആണ്. ഡോക്ടർ PM മുബാറക് പാഷ ഏത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടേതാണ്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃക പദ്ധതി 2020 ആരംഭിച്ച പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ ബി, മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്ത് എവിടെയാണ്? കൊല്ലത്താണ് അല്ലെ. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃക പദ്ധതി ആരംഭിച്ച പ്രദേശമാണ് മൺട്രോ തുരുത്ത്. ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി, കണ്ണൂരിലാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. ഓർഡിനൻസ് ഗവർണർക്കുണ്ട്, അതോടൊപ്പം രാഷ്ട്രപതിക്കുണ്ട്. തന്നിരിക്കുന്നതിൽ ഗവർണറാണ്. ഓക്കെ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്ന ഗവർണർക്ക്. വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി, 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടി വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യുന്നത്. അടുത്തത്, ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ്? ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറായിട്ടാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായിട്ടാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത്. UNOയുടെ ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ടാണ് ചോദിക്കുന്നത്. ഏതാണ്? 28. ഓപ്ഷൻ ബി ആണ്, 6-മത്തെയാണ്. ഓക്കെ. റിപ്പോർട്ട് എന്ന് പറയുന്നത് 6-മത്തെയാണ്. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയമായിരുന്നു ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നത്. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയമായിരുന്നു ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നത്. ഓക്കെ. 2024 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. 2024 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഓക്കെ. അടുത്തത്, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ. മൗലിക അവകാശങ്ങളുടെ ശില്പിയാണ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുറ്റടി, ഇടുക്കിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടി, ഇടുക്കി. ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഈയിടെ ആഘോഷിച്ച ജൂബിലി, അതായത് 2023 ആ ഒരു ടൈമിൽ ആഘോഷിച്ച ജൂബിലി എന്ന് പറയുന്നത് ഏതാണ്? രജത ജൂബിലിയാണ്. രജത ജൂബിലി. അടുത്തത്, PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. PSC ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. PSC ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിനാണ് ഏതെന്ന് പറയുന്നത്? സ്പുട്നിക് എന്ന് പറയുന്നത്. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിനാണ് സ്പുട്നിക്. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഗോയിറ്റർ ഉണ്ടാകുന്നത് അയഡിന്റെ അഭാവം മൂലമാണ്. അയഡിന്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ എന്ന രോഗം ഉണ്ടാകുന്നത്. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക്. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 120/80 mmHg ആണ്. 120/80 mmHg ആണ് ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? ശരി അല്ലാത്ത ജോഡിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ജീവകം A എന്ന് പറയുന്നത് റെറ്റിനോള്, ജീവകം B1 തയാമിന്, ജീവകം E എന്ന് പറയുന്നത് ടോക്കോഫിറോൾ. ഓക്കെ. A എന്ന് പറയുന്ന റെറ്റിനോൾ, B1 തയാമിൻ, E എന്ന് പറയുന്നത് ടോക്കോഫിറോൾ. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത്? ഹൃദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, ഹൃദ്യമാണ്. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. ഇന്ത്യയിലെ COVID-19 സ്ഥിരീകരിച്ച ആദ്യത്തെ ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യത്തെ ജില്ലയാണ് തൃശ്ശൂർ. താഴെ പറയുന്നതിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? ഓപ്ഷൻ ഡി. ഗോയിറ്റർ ഉണ്ട്, ക്രെട്ടനീസം ഉണ്ട്, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഗോയിറ്റർ, ക്രെട്ടനിസം, ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്.
TPRന്റെ പൂർണ്ണരൂപം, TPRന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിനുമേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം, അതായത് 1 കിലോഗ്രാം വെയിറ്റ്. എത്ര ന്യൂട്ടൺ ആണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി 9.8 ന്യൂട്ടൺ ആണ്. ഓക്കെ, 1 കിലോഗ്രാം ഭാരത്തിന് തുല്യമായ ന്യൂട്ടൺ എന്ന് പറയുന്നത് 9.8 ആണ്. അടുത്തത്, മഴവില്ലുണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ഏതെന്ന് പറയുന്നത്? പ്രകീർണനം എന്ന് പറയുന്നത്. മഴവില്ലുണ്ടാകാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏതു ബലമാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി കൊഹിഷൻ ബലമാണ്. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം കൊഹിഷൻ ബലമാണ്. ചാന്ദ്രയാൻ 2ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ചാന്ദ്രയാൻ 2ന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് മുത്തയ്യ വനിത എന്ന് പറയുന്നത്. പ്രൊജക്ട് ഡയറക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ചാന്ദ്രയാൻ 2ന്റെ പ്രൊജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ സി റോജർ പെൻറോസ് ആണ്. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് റോജർ പെൻറോസ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം ഏതാണ്? രാസസൂത്രം എന്ന് പറയുന്നത് Al2O3 ഇമ്പോർട്ടൻ്റ് ആണ്. Al2O3 എന്ന് പറയുന്നതാണ് അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഇതെന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് ആണ് അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്നത്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ സി ഡി ബ്ലോക്കിലാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഡി ബ്ലോക്കിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതികവിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ ക്രിസ്പർ കാസ്9 എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആ സമയത്തെ കറണ്ട് അഫയർ ചോദ്യങ്ങളായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തത്, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് KM പണിക്കർ എന്ന് പറയുന്നത്. KM പണിക്കരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. സാരേ ജഹാം സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? ആരാണ്? മുഹമ്മദ് ഇക്ബാൽ അല്ലെ. സാരേ ജഹാം സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 5 ആണ്. ജൂലൈ 5-നാണ് ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? സമ്പർക്ക ക്രാന്തി ആരുടെയാണ്? വി ഷിനിലാലിന്റെ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് വി ഷിനിലാല്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമയാണ് ഏതെന്ന് പറയുന്നത്? ബാലൻ എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ബാലൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ സി ഫീൽഡ് ഹോക്കി അല്ലെ. ഹോക്കി എന്ന് പറയുന്നതാണ് ദേശീയ കായിക വിനോദം. രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് കൊടുത്തിരിക്കുന്നത് ജിമെയിൽ ആണ്. യാഹു, ഗൂഗിള്, ബിങ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനുകളാണ്. യാഹു, ഗൂഗിള്, ബിങ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനുകളാണ്. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത്. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? റെയിൽവേ റിസർവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് WAN വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നോവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ കൈറ്റ് ആണ്. ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നോവേഷൻ ആയിട്ട് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനമാണ് കൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസ് ആണ് ഏതെന്ന് പറയുന്നത്? ഓപ്ഷൻ സി സെഹത്ത് OPD എന്ന് പറയുന്നത്. സെഹത്ത് OPD എന്ന് പറയുന്നത് സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസ് ആണ്. താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. CD അതാണ് ശരിയെന്ന് പറയുന്നത്. പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. അത് ശരിയാണല്ലേ. പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് വിവരാവകാശത്തെ കണക്കാക്കുന്നത്. അത് രണ്ടും ശരിയാണ്.
ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ ബി 2019 അല്ലേ? 2019 എന്ത് പറഞ്ഞ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത്. അടുത്തത് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാവുന്നത്? ഏതാണ്? ഓപ്ഷൻ എ വകുപ്പ് 279. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാവുന്നതെന്ന് ചോദിച്ചാൽ വകുപ്പ് 279. കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? സെഷൻ കോർട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ ലൈംഗികാതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടുള്ള കോടതിയാണ് സെഷൻസ് കോർട്ട് എന്ന് പറയുന്നത്. ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ഉപഭോക്തൃ ദിനമാണ് മാർച്ച് 15. ലോക ഉപഭോക്തൃ ദിനമാണ് മാർച്ച് 15. ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണെന്നാണ് ചോദിക്കുന്നത്. ബാലവേല നിരോധിക്കുന്നത് ഏതാണ്? അനുച്ഛേദം 24 അല്ലെ? ബാലവേല നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് ഏത് അനുച്ഛേദമാണെന്ന് വെച്ചാൽ അനുച്ഛേദം 24 അഥവാ ആർട്ടിക്കിൾ 24. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 70 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്